Hi friends, once again welcome back to T Blog. This is me Tinurgis from Mavelikara. ഓക്കെ, 21ാമത് ചലച്ചിത്ര അവാർഡ് ഇപ്പം പ്രഖ്യാപിച്ചിരിക്കുന്നതാണ്. ഓക്കെ, സബ്ജക്റ്റ് എന്തെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. സബ്ജക്റ്റ് എന്നല്ല, ഏറ്റവും ദയനീയമായിട്ടുള്ള അവസ്ഥ എന്താണെന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് സന്തോഷകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേക്കാം. ഉള്ളൊരുക്ക് എന്ന സിനിമയിൽ ഉർവശിക്കും, പിന്നെ പൂക്കാലം എന്ന സിനിമയിൽ വിജയരാഘവനും മികച്ച സഹനടനുള്ള അവാർഡ് കിട്ടിയിരിക്കുകയാണ്. സഹനടനും സഹനടിക്കും. അത് മലയാളത്തിലെ ഒരു എന്താ പറയുക, മലയാള ഫിലിം ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന സബ്ജക്റ്റ് എന്താന്ന് പറഞ്ഞാൽ മികച്ച ഡയറക്ടർ. ഐ തിങ്ക് ഇപ്പം കിട്ടിയ റിപ്പോർട്ട് പ്രകാരം മികച്ച ഡയറക്ടർക്ക് ഉള്ള ഫിലിമിൻ്റെ അവാർഡ് കിട്ടിയേക്കുന്ന ഐ തിങ്ക് കേരള സ്റ്റോറിക്കാന്ന് തോന്നുന്നു. കേരള സ്റ്റോറി എന്ന് പറയുന്ന ഫിലിം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ അറിയാം. ഈസ് എ പോപ്പുലർ ഫിലിം. അത് ഒരുപാട് പോപ്പുലർ ഫിലിംസുകൾ ഇറങ്ങിയിട്ടുണ്ട്. പല രാഷ്ട്രീയ നേതാക്കന്മാരെ പറ്റിയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കുന്നവരെ പറ്റിയും, പിന്നീട് റിലീജിയൻ ബേസ്ഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലായിക്കോട്ടെ, ഒരു ക്വാളിറ്റി ഇല്ലാത്ത പടങ്ങൾ ഇന്ത്യയിലുള്ള ഏതൊരു സിറ്റിസണും നമ്മുടെ ഒരു ചലച്ചിത്രം നിർമ്മിക്കാം. ചലച്ചിത്രം ഏത് സെൻസർ ബോർഡ് അംഗീകരിക്കുകയാണെങ്കിൽ ഏത് തിയേറ്ററിലും പ്രദർശിപ്പിക്കുകയും ചെയ്യാം സർട്ടിഫിക്കറ്റോടുകൂടി. പക്ഷെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള അവാർഡുകൾ ദേശീയ തലത്തിലുള്ള പല പല ഐതിഹാസികമായിട്ടുള്ള പല മികച്ച ചലച്ചിത്രങ്ങളുടെ അവാർഡ് നേടിയ പട്ടികയുടെ കൂട്ടത്തിലാണ് നമ്മുടെ സംസ്ഥാനത്തെ, അതായത് കേരളത്തെ തരം താഴ്ത്തി കൊണ്ടുപോയ ഈ ഫിലിം കേരള സ്റ്റോറി കാണിച്ചേക്കുന്നത്. ഓക്കെ, നിങ്ങൾ ആ ഒരു ഫിലിം എടുത്തേക്കുന്നത് നല്ലൊരു ഗുഡ് ക്വാളിറ്റിയോട് കൂടാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. അതിൻ്റെ കണ്ടന്റ് ഒക്കെ ഓക്കെ, ഗുഡ് ക്വാളിറ്റിയോട് കൂടിയാണ്. ഇതും ആ ഒരു ഷോർട്ട് ഫിലിമും എടുക്കുന്നതിനെക്കാട്ടും കഷ്ടമായിട്ട് വളരെ ഇതിലെ രസകരമായിട്ടുള്ള കാര്യം എന്താന്ന് പറഞ്ഞാൽ ജൂറി ഒക്കെ എന്ന് പറഞ്ഞാൽ എന്തോ ഇന്നേ വരെ ഒരു ഫിലിമും കണ്ടിട്ടില്ലാത്ത എന്തോ ഒരു വലിയ ഫിലിം കണ്ടതിൻ്റെ വളരെ രീതിയിൽ അങ്ങ് പ്രശംസിക്കും. ഇത് കണ്ടപ്പം ഒരു മലയാളി എന്ന രീതിയിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയ കാര്യം എന്തെന്ന് പറഞ്ഞാൽ പത്തറ്റിക്ക് ഒന്നും പറയാനില്ല. ഒരു അജണ്ട എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ അജണ്ട ഇതിനു മുന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ അടുത്ത മികച്ച നടനുള്ള കാര്യം എന്തെന്ന് പറഞ്ഞാലും 2 നിർമ്മാർക്കാണ് പോയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ജവാൻ എന്ന ഫിലിമിലും ഷാരുഖ് ഖാനും, പിന്നെ 10th ഫെയിൽ എന്ന ഫിലിമിലും അതേലെ മെയിൻ ആക്ടർക്കും. അങ്ങനെ പരസ്പരം അവർ രണ്ടുപേരും തുല്യമായിട്ട് വീതിച്ചെടുത്തു. വേറൊരു പ്രശ്നം ഇരിക്കുന്നത്, വളരെ പ്രശ്നമെന്ന് പറയാൻ പറ്റത്തില്ല. ഈ 10th ഫെയിൽ എന്ന ഫിലിം മൂവി ഞാൻ കണ്ടതാണ്. അദ്ദേഹം ആ ഒരു അവാർഡ് അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ജവാൻ എന്ന് പറയുന്ന ഫിലിമിൽ ഷാരുഖ് ഖാൻ ജവാൻ എന്ന് പറയുന്ന ഫിലിം എന്തോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിന് ഒരു കൊള്ളാം, കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ഫിലിമാണ്. ആ ഒരു ഫിലിമിന് ഇത്രത്തോളം അവാർഡും കാര്യങ്ങളും ഒക്കെ കൊടുക്കേണ്ട ആവശ്യകത എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പത്തറ്റിക് മാൻ, പത്തറ്റിക്, റിയലി പത്തറ്റിക്. പിന്നെ വേറൊന്നും പറയണ്ടല്ലോ, ഈ കഴിഞ്ഞ വർഷം അങ്ങോട്ട് പുഷ്പ 2 അങ്ങോട്ട് ഷാവാട് അങ്ങോട്ട് കൊടുത്ത ടീംസ് ആയിപ്പന്മാര്. ഏതായാലും മലയാളത്തിലെ കുറച്ച് 2 പേരെ തടഞ്ഞില്ലല്ലോ, 2 ഫിലിംസിനൊന്നും തടഞ്ഞില്ലല്ലോ. പിന്നെ കുറച്ച് മലയാളത്തിലെ കുറച്ച് ഫിലിംസിനെങ്കിലും അവാർഡ് കിട്ടിയല്ലോ, അത് തന്നെ വലിയ നല്ല കാര്യം. ഫ്രം ദി ബ്ലോഗ് സൈനിങ് ഔട്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് സിനിമ ഇൻഡസ്ട്രി, അതുപോലെ സിനിമ മറ്റുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത്രത്തോളം പത്തറ്റിക്കാവുന്നതിൽ ഒരുപാട് സന്തോഷമല്ല, ഒരുപാട് ദുഃഖമൊന്നും പറയാൻ പറ്റത്തില്ല, ദയനീയതയോടു കൂടിയാണ് ഞാൻ നോക്കി കാണുന്നത്. ഇപ്പോൾ ഒരു ഫിലിം എടുക്കണമെന്നുണ്ടെങ്കിൽ ആളുടെ ജാതി, മതം, വർഗം, നിറം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കേണ്ട ഒരു ഗതിയായി.